ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ജയിലൻ PSC. ഞാൻ ഹരികൃഷ്ണൻ. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 10th പ്രിലിമിനറി സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്തത് ആഗസ്റ്റ് 1-ാം തീയതിയാണ്. ഓക്കെ, ആഗസ്റ്റ് 1-ാം തീയതി മോർണിംഗ് സെഷൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഔട്ടായത്. ഓക്കെ, 72/2026 ആണ് ഇത് ക്വസ്റ്റ്യൻ കോഡ്. തസ്തികകൾ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, സ്റ്റോർമാൻ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഇതൊക്കെയായിരുന്നു തസ്തിക ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ഏത്? ആൻസർ വന്നിരിക്കുന്നത് ഷോട്ടുഗായാണ്. രണ്ടാമത്തത്, CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് ഏതായിരുന്നു? അതേതാ? യൗധേയാർ. ഓക്കെ, യൗധേയാർ. തേർഡ്, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച നഗരം ഏത്? അത് പറയുന്നത് ദാമൻ കോഹാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ഓപ്ഷൻ എ സൗമൻ സെൻ. നെക്സ്റ്റ്, 64-ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത്? അഞ്ചാമത്തതായിട്ട് ആൻസർ വരുന്നത് കണ്ണൂരാണ്. 2025-ലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി, അത് ഓപ്ഷൻ ബി EP രാജഗോപാലനാണ് ശരി ഉത്തരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ, അതായത് അയ്യാവഴി എന്നുള്ള വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി ശരി ഉത്തരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? അതാരാ? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ആര്? ഡൗസൺ ആണ്. ഡൗസൺ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി 9 ഓപ്ഷൻ എ ഡൗസൺ. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല, അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെന്റ് ജോസഫ് പ്രസ് ആണ്. സെന്റ് ജോസഫ് പ്രസ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല. ആൻസർ സി സെന്റ് ജോസഫ് പ്രസ്. 11, ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല ഏതാണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് മേഖലയാണ്. ഉത്തരാഖണ്ഡ്. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം അല്ലാത്തതേത്? അതേതാ? ആരവല്ലി. നെക്സ്റ്റ്, സമ്പൂർണമായിട്ട് സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? അത് സിയാൽ അല്ലെ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 14, താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? അതായത് ശരിയായതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇതിനകത്ത് 1ഉം 3ഉം കറക്റ്റ് ആണ്. ഓക്കെ, 1ഉം 3ഉം ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായിട്ട് എന്ത് സ്ഥിതി ചെയ്യുന്നു? പടിഞ്ഞാറൻ തീരസമുദ്രം സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ഓക്കെ, നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം ഡെൽറ്റകളിലൊക്കെ രൂപപ്പെടുന്നത് കിഴക്കൻ തീരസമുദ്രത്തിലാണ് അല്ലെ. ഇവിടെ അഴിമുഖങ്ങളും കായലുകളൊക്കെയാണ് പടിഞ്ഞാറ് കാണപ്പെടുന്നത്. പിന്നെ ഉയർത്തപ്പെട്ടതല്ല, താഴ്ത്തപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാത ശൃംഖല ഏതാണ്? ദേശീയ പാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെ നഗരങ്ങളാ? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. നെക്സ്റ്റ്, കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കാവേരി നദിയിലാണ്. ഓക്കെ, കൃഷ്ണ നദിയല്ല, കാവേരി നദി. 17, ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? രാജസ്ഥാൻ ഭാഗം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഏത് രാജ്യമാണ് ഉൾപ്പെടാത്തത്? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടില്ല. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ് ഏത്? മൈക്ക. ഓക്കെ, താഴെ തന്നിരിക്കുന്നത് അലോഹ ധാതുവാണ് ഇത് മൈക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭങ്കർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്ക് വഹിച്ച നേതാവ് ആരായിരുന്നു? അത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷൻ ഏതെന്നാണ് ചോദിച്ചത്. അത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അല്ലെങ്കിൽ നമുക്ക് ഫസൽ അലി കമ്മീഷൻ എന്നൊക്കെ പറയാം. ഓപ്ഷനിൽ ഫസൽ അലി ഇല്ല, അതുകൊണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ക്ലിയർ. അടുത്തത്,
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യ വയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അരുണ ആസിഫ് അലിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. അത് 1913 നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, അങ്ങനെ പറഞ്ഞത് ആരാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് അല്ലെങ്കിൽ പറഞ്ഞത്. കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ ഏത് ആൻസർ പറയണം? ആറ്റിങ്ങൽ കലാപം പറയണം അല്ലെ? ആറ്റിങ്ങൽ കലാപം ഏത് വർഷം? 1721 ഏപ്രിൽ 15 അല്ലെ? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ വരുന്നത് മണിപ്പൂരാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ വരുന്നത് ആന്ധ്രാപ്രദേശാണ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? കോൺഗ്രസ് സമ്മേളനം അത് 1924 ബെൽഗാം സമ്മേളനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 32-നെയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അത് 86-ാം ഭരണഘടനാ ഭേദഗതി 2002 അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? കമ്മിറ്റി അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നിരുന്നത്? അല്ലെ, അത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. അടുത്തത്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. വിവരാവകാശ നിയമത്തിന്റെ പരിധി വരാത്തത് തിരിച്ചറിയുക. ഏതിലാണ് വിവരാവകാശം വരാത്തത് എന്നാണ് പറഞ്ഞത്. അതായത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ വിവരാവകാശം പറ്റില്ല. ബാക്കിയുള്ള സർക്കാർ പത്രക്കുറിപ്പ്, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലർ, ഇതിലൊക്കെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരായിരുന്നു? അത് മാഡം ബിക്കാജി കാമിയാണ് അല്ലെ? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചതെന്ന്? ജനഗണമനയായി, അതായത് ദേശീയ ഗാനം ദേശീയ ഗീതവും അംഗീകരിച്ചത് ഒരേ ഡേറ്റിൽ തന്നെയാണെന്ന് 1950 ജനുവരി 24. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാതെ സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? കോ വാറണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ എക്സാം ചെയ്യുമ്പോൾ ശരിയായതിന്റെ അടിയിലൊന്ന് വരച്ചിടും. ചിലത് തെറ്റായത് ഏത് അല്ലെങ്കിൽ ചിലത് ശരിയായത് ഏത്, ആ രീതിയിലായിരിക്കും ചോദിക്കുക. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചത് ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ഇവിടെ എല്ലാ ഓപ്ഷനും ശരിയാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലെ കർണാടകത്തിലെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗുഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പൻചുര തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായ പ്രസ്താവന. ഓക്കെ, ശരിയായ പ്രസ്താവന ഏത്? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ. 43ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3 ചിന്നാർ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. 44, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അതുകൂടാതെ വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഓക്കെ, കർണാടകയായിട്ട് മാത്രമല്ല തമിഴ്നാടായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 45ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? ഏതൊക്കെ ജില്ലകളാ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ അല്ലെ? ഭാരതപ്പുഴ ഒഴുകുന്നത് ഈ 3 ജില്ലകളിൽ കൂടിയാണ് അല്ലെ? അടുത്തത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ചോദിച്ചിട്ടുണ്ട്. അത് പാമ്പാടി ചോലയാണ്. അടുത്തത്, അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെ കുറിച്ചുള്ള ശരിയായത് ഏതൊക്കെയാണ് പ്രസ്താവന? 1ഉം 2ഉം ശരിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ്. വോളിബോൾ കായിക ഇനത്തിലാണ് പ്രസിദ്ധയാർജിച്ചത്. ഓക്കെ, അർജുന അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളിയല്ല, ആദ്യത്തെ മലയാളിയാണ് ആര്? KC ഏലമ്മ, മലയാളി വനിത. ഓക്കെ, അടുത്തത്, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. പ്രസ്താവന ഇവിടെ 3 മാത്രമാണ് ശരി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ക്ലിയർ. അടുത്തത്, ഒരു നദിയും നേരിട്ട് വന്ന് ചേരാത്ത കേരളത്തിലെ കായൽ ഏത്? കേരളത്തിലെ കായൽ ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, ശാസ്താംകോട്ട കായൽ. ഒരു നദിയും നേരിട്ട് വന്ന് ചേരാത്ത
കേരളത്തിലെ കായൽ എത്തുന്ന ചോദിച്ചാൽ ശാസ്താംകോട്ട കായൽ. 50ാമത്തെ ക്വസ്റ്റ്യൻ 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്? അത് നീണ്ടകര തുറമുഖത്തിലാണ്. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ 1, 2, 4 ശരിയാണ്. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. 52ാമത്തെ ക്വസ്റ്റ്യൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന. ഓക്കെ, വാല സമുദായ പരിഷ്കരണി സഭ. നമ്മൾ 10th പ്രിലിമിനറിയുടെ പ്രൊവിഷണൽ കീ അനലൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. പ്രൊവിഷണൽ കീ വെച്ചാണ് ആൻസർ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ കീ വരാൻ നേരത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഡിലീഷൻ ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷണൽ കീ വെച്ച സ്റ്റുഡൻസിന് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 53ാമത്തത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണുകളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരിവേട്ട. അതേതാ? ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. 54 പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ട് അത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. PRDS അല്ലെ? PRDS 1909. 55ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായിട്ട് പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് അയ്യങ്കാളിയാണ് അല്ലെ? ഓപ്ഷൻ സി അയ്യങ്കാളി. 56 വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്നവയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെ ശരി? ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. ഓക്കെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആപ്തവാക്യം കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 57 ഓപ്ഷൻ ബി. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായിട്ട് ആരംഭിച്ച സാമൂഹിക സംഘടനയാണ് സഹോദര പ്രസ്ഥാനം. ഓക്കെ, സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനം. 59ാമത്തെ ക്വസ്റ്റ്യൻ 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? 59ാമത്തെ ക്വസ്റ്റ്യൻ അസർബൈജാൻ ആണ് ആൻസർ. അസർബൈജാൻ. 60 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? അത് AK ഗോപാലനാണ്. 61 താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. 62 DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് തൈമീനാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ജീവകം സി. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? പക്ഷിപ്പനിക്ക് കാരണമായത് H5N1. പന്നിപ്പനിയാണെങ്കിൽ H1N1 അല്ലെ? ഷീക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ്? ഷീക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ്? അത് ഡിഫ്തീരിയയ്ക്കാണ് അല്ലെ? ഷീക്ക് ടെസ്റ്റ് ഡിഫ്തീരിയയ്ക്കാണ്. ആനക്കൊമ്പൻ എന്നത് ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ടയുടെയാണ് ആനക്കൊമ്പൻ. അശ്വമേധം പദ്ധതി ശരിയായ പ്രസ്താവന കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാല കുരുങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? അത് DDT ആണ്. DDT. ഓക്കെ, അടുത്തത് ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏത്? എല്ലാ അയിരുകളും ധാതുക്കളാണെന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഓക്കെ, എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷെ എല്ലാ ധാതുക്കളും എന്താണ്? അയിരുകളല്ല. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? അത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, 73ന്റെ ആൻസർ ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. ഒരാറ്റത്തിന് 3ാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? എന്നാണ് ചോദിച്ചത്. അത് 18 ഇലക്ട്രോൺ ആണ്. ഓക്കെ, 3ാമത്തെ ഓർബിറ്റിൽ 18 ഇലക്ട്രോൺ. 2, 8, 18 അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം. ഓക്കെ, സ്വാധീനിക്കാത്ത ഘടകമാണ് ഇവിടെ ചോദിച്ചത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വസ്തുവിന്റെ നിറം. 76ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമാവുന്നത് എപ്പോഴാണ്? അതെപ്പോഴാണ്? എപ്പോഴും തുല്യമായിരിക്കും പതനകോണും പ്രതിപതനകോണും. ഒരു കലോറി ജൂൾ എന്നത് 4.2 ജൂൾ ആണ് അല്ലെ? 77 ഓപ്ഷൻ സി. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവ് ഏതാണ്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉള്ള അളവാണ് ഊർജം അല്ലെ? 2 ജൂൾ തന്നെയാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അത് കോബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളായ മിറർ,
കിലോഗ്രാം മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? പവറിന്റെ യൂണിറ്റ് ഏതാ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 80ന്റെ ആൻസർ എ 81. ഇനി തൊട്ട് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാത്സ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചെയ്തിടാം. അപ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുകയാണ് എന്ത്? ഓപ്ഷൻ ഡി 110. ഓക്കെ. 82, 24, 60 എന്നീ സംഖ്യകളുടെ ലസാഗുവാണ് ചോദിച്ചത്. അത് ഓപ്ഷൻ ബി 120 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 0.061 into 1.3 അതിന്റെ ആൻസർ വരുന്നത് 0.0793 ആണ്. 84 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യയാണ് 1. 85ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. ഈ അഖണ്ഡ സംഖ്യ ആരംഭിക്കുന്നത് എപ്പോഴും 0 1, 2, 3, 4 ഇതാണ് അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എടുത്താലും 0 തന്നെയായിരിക്കും. കാരണം 0 ആയിട്ട് നമുക്ക് ഇവിടെ ഇൻഡു ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ 0 ആയിട്ട് ഏത് സംഖ്യ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും തന്നെയായിരിക്കും 0 തന്നെയായിരിക്കും ആൻസർ. ഓക്കെ. 86 ഓപ്ഷൻ സി ശരി ഉത്തരം. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത 60 കിലോമീറ്റർ ആയിരിക്കും. 87ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 580 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം 10% ആയിരിക്കും. 88ാമത്തത് 2/7ന്റെയും 1/4ന്റെയും തുകയാണ് ചോദിച്ചത്. അത് 15/28 ആണ്. 15/28. അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി 65. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45 വർദ്ധിച്ചുവെങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായമാണ് ചോദിച്ചത്. അത് 65 വയസ്സായിരിക്കും. 90ാമത്തെ ക്വസ്റ്റ്യൻ, 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക 128 ആയിരിക്കും. 128 ആയിരിക്കും. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, 2, 6, 12, 20, 30 ഡാഷ് എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതായിരിക്കും? അടുത്ത പദം 42 ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ 120 ആയിരിക്കും. 92ന്റെ ആൻസർ സി ആണ്. 93ന്റെ ആൻസർ 15 × 6 + 120 ഡിവൈഡ് ബൈ 4 - 50 എന്ന് പറഞ്ഞാൽ 70 ആയിരിക്കും. ബോർഡ് മാസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 93 70 ആൻസർ കിട്ടും. 2/10 അതായത് 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. എത്ര കൂട്ടണം? 2/10 കൂട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. 4 വർഷം കഴിഞ്ഞാൽ ഇത് 4:1 ആകുന്നുവെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് 60 ആണ്. 96 താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 25, 9, 16, 42, 49, 64. ഇതിൽ ഒറ്റയാൻ ഏതാണ്? ഒറ്റയാൻ 42 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 500 രൂപയാണ്. ഓക്കെ, 500 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 8, 11, 14, 17, 20 ഡാഷ് എന്ന സമാന്തര ശ്രേണിയിലെ ഡാഷ് അല്ല എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് 730 ആണ്. 730. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യ 5 ആയിരിക്കും. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയാൽ ടീച്ചറുടെ ഭാരം എത്രയാണ്? ടീച്ചറുടെ ഭാരം 66 ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ 10th പ്രിലിമിനറി സ്റ്റേജ് 3 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റേജ് 4 അല്ലെ, ആഗസ്റ്റ് 1 തന്നെയാണ് നടന്നത്. സ്റ്റേജ് 4ന്റെ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, സ്റ്റേജ് 4 10th പ്രിലിമിനറി ആണ്. 73/2026. ഓക്കെ, 73/2026. അപ്പോൾ സ്റ്റേജ് 3യിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എത്ര മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ആൻസർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. PM-ശ്രീ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, 2023-ലല്ല പദ്ധതി ആവിഷ്കരിച്ചത്. താഴെ പറയുന്നവരിൽ 2026-ലെ പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ഓപ്ഷൻ ബി MT. കാരണം മമ്മൂട്ടി, VS അച്യുതാനന്ദൻ, വെള്ളാപ്പള്ളി നടേശനൊക്കെ പത്മ അവാർഡ് ലഭിക്കുകയുണ്ടായി. നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും കോഡ് എ ആട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. കോഡ് എ. ഓക്കെ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? അത് വൈകുണ്ഠസ്വാമിയാണ്. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഒന്നും തന്നെയില്ല, എല്ലാം ശരിയായ പ്രസ്താവനകളാണ്.
താഴെ തന്നിരിക്കുന്നതിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെന്നല്ല എന്ന് ചോദിച്ചത്. അത് 2, 4 ആരൊക്കെയാണ്? മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ് കിട്ടിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമമാണ് എന്ത്? VBG റാംജി പദ്ധതി അല്ലെ? VBG റാംജി പദ്ധതി അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അസമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായത് സർവീസസ് ആണ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സഹോദരന്മാർ? ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിൽ മിതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെതാണ്? ഇത് പണ്ഡിറ്റ് കറുപ്പന്റേതാണ് അല്ലെ? ജാതികുമ്മി എന്നുള്ള ഒരു കൃതിയിൽ നിന്ന്. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? അതാരാണ്? അത് R വൈരമുത്തുവാണ്. 2026 ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. ഓക്കെ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചത്. ഇതില് 1, 2, 3 എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 1, 2, 3 ശരിയാണ്, 3 ശരിയാണ്. ഓക്കെ, 12ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 13ാമത്തെ ക്വസ്റ്റ്യൻ, രാജസ്ഥാനിലുള്ള പ്രധാന ഉപ്പ് തടാകം ഏതാണ്? രാജസ്ഥാനിലുള്ള പ്രധാന ഉപ്പ് തടാകമാണ് സാമ്പാർ തടാകം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനമാണ്? അത് ഛത്തീസ്ഗഡ് ആണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ജാർ മരുഭൂമിയെ 2 പ്രധാന ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം അല്ലേ? അത് ഏതൊക്കെയാണ്? അത് മരുസ്ഥലി, രാജസ്ഥാൻ ബാഗറുമാണ്. മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? അത് കോറമാൻഡൽ തീരമാണ്. കോറമാൻഡൽ തീരം. ക്ലിയർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടാണ്. അടുത്തത്, ഇന്ത്യയുടെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനമാണ് മുംബൈ CST. ഓക്കെ, 18ന്റെ ആൻസർ വരുന്നത് C ആണ്. 19, ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. അത് 1923 ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്തത് ഓപ്ഷൻ ബി 1923. ഭൗമ താപോർജ്ജ നിലയമായ മണികരൻ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഏത് സംസ്ഥാനത്താണ്? അത് ഹിമാചൽ പ്രദേശിലാണ് അല്ലെ? കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അത് നമ്മുടെ മുൻ രാഷ്ട്രപതിയൊക്കെ ആയിട്ടുള്ള ആരാണ്? രാംനാഥ് കോവിന്ദാണ്. 21ന്റെ ആൻസർ ഓപ്ഷൻ ബി. അടുത്തത്, പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ, അതായത് നീതിയുടെ പൂർണ്ണരൂപം ഏതാണ്? നീതിയുടെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 23, 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? അത് താമരയിൽ നിന്നാണ്. ഇന്ത്യ US ബന്ധത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ചേർക്കുന്നു. പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ശരിയായത് 24 ABC, 3 ശരിയാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏത്? ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. നമ്മൾ കഴിഞ്ഞ അതിനകത്ത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സെയിം ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലെ? 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യമാണ്. നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഇന്ത്യയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ലോകം ഏതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ഈ ആൻസർ കിട്ടും? 26 ഇന്ത്യയാണ് അധ്യക്ഷത വഹിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബാ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏത്? അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വിനോബാ ഭാവെ ആരംഭിച്ചതാണ് എന്ത്? ഭൂദാന പ്രസ്ഥാനം. ഓപ്ഷൻ സി ശരി ഉത്തരം. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ആരെല്ലാം? അത് ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? സംസ്ഥാനങ്ങളിലെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായിട്ട് ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ഥാർ കമ്മീഷൻ. ഓക്കെ, ഫൈനലിലേക്ക് വരാൻ നേരത്തെ ഇതിന്റെ ആൻസറിൽ ചിലപ്പോൾ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, 30 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം? അത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21. ഓപ്പറേഷൻ തൂഫാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു. ഓപ്പറേഷൻ തൂഫാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് നമ്മൾ ദേശീയ ഗീതം എടുത്തിരിക്കുന്നത്? ആനന്ദപടം അല്ലെ? 32 ഓപ്ഷൻ സി. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? അത് ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണാർത്ഥമാണ്. ഡോക്ടർ അയ്യനാർ ഗോപാലനെ. ഓക്കെ, അയ്യത്താൻ ഗോപാലനെ എന്നാണ് ഉദ്ദേശിച്ചത്. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറമാണ് നേവി ബ്ലൂ. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ദേശീയ ഗാനം പാടുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ്. നിലവിൽ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണമാണ് എത്ര? 11 വനിതാ MLA-മാരാണ് നിലവിൽ കേരള നിയമസഭയിൽ ഉള്ളത്. അടുത്തത് SIR താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലേ, ഇപ്പോൾ വാർത്തകളൊക്കെ നിറഞ്ഞിരുന്ന ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി, CJP. അത് ഫോം ചെയ്തത് എന്നതാണ് ചോദിച്ചത്. അത് 2026 മെയ് 16. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവന 1, 3 ശരിയാണ്. ഓക്കെ. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. ശിവരാത്രി ഉത്സവം നടക്കുന്നത് ആലുവ പെരിയാറിന്റെ തീരത്താണ്. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്? ഓപ്ഷൻ എ കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന 1, 2 ശരിയാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്ത് പ്രശസ്തമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. നാമകം നടക്കുന്നത് ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്തല്ല. ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 44ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2, 3 എല്ലാം ശരിയാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? അത് ഷാനിമോൾ ഉസ്മാനാണ്. 45ന്റെ ആൻസർ ഓപ്ഷൻ ബി ഷാനിമോൾ ഉസ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ അരയ സമാജം ആരാണ്? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ അല്ലെ. 47 ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതിയാണ് GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1, 2, 3 എല്ലാം ശരിയാണ്. ഇവിടെ 1, 2, 3 എല്ലാം ശരിയാണ്. ഓക്കെ. ഇതിലൊക്കെ കറക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് പ്രൊഫഷണൽ കീ വെച്ച് എല്ലാം ശരിയാണെങ്കിലും ഇതിൽ നമ്മുടെ അറിയാം രണ്ടാമത്തെ ഉയരം കൂടി കൊടുമുടി അഗസ്ത്യാർകൂടം അല്ലാതെ മീശപ്പുലിമലയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ് വരും. അപ്പോൾ 1, 2 ആയിരിക്കും ഫൈനൽ കീയിൽ ആൻസർ വരുന്നത്. ഓക്കെ. 51ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? 2, 3 ശരിയാണ്. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലെ. 52, സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2 ശരിയാണ്. 1846 ആ കാലഘട്ടത്തൊന്നും അദ്ദേഹം മന്നാനത്ത് സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചിട്ടില്ല. പാലിയൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 53ന്റെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ്. പാലിയൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ് അല്ലെ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് 2, 3 ശരിയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. 56 ഓപ്ഷൻ ഡി. 57 കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് കണ്ടുപിടിക്കുക. പട്ടിണി ജാഥയ്ക്ക് AK ഗോപാലൻ. ഓക്കെ. 1936 തൃശൂർ പട്ടണത്തിന്റെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച ദിവാൻ ആരാണ്? ആ ദിവാൻ ഷൺമുഖൻ ഷെട്ടിയാണ്. ഷൺമുഖൻ പോറ്റിയായിട്ട് എന്ത് കൺഫ്യൂഷൻ വരരുത്. ഷൺമുഖൻ ഷെട്ടി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വായിച്ചു നോക്കി. ഏതൊക്കെ ശരി? 1, 3 ശരിയാണ്. 1, 3 ശരിയാണ്. ഇവിടെ തൃശ്ശൂരല്ല, ഇവിടെ തിരൂരാണ്. തിരൂരിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് അടച്ചുപൂട്ടിയ ട്രെയിൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേരറക്കുക. സെയിം ക്വസ്റ്റ്യനാ. ഏതാ? ഓപ്പറേഷൻ തൂഫാൻ. 60 ഡി. 61 മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്ന നാഡിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയാണ് മീനിഞ്ചസ്. മൊത്തം വായിക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇതാണ് ക്വസ്റ്റ്യൻ, ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന കുഴലുകളാണെന്ത്? ധമനി. കുട്ടികളിൽ റിക്കറ്റ്സ് കാണപ്പെടുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് അല്ലെ. 63ന്റെ ആൻസർ ഓപ്ഷൻ ബി. 64 ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ നമ്മൾ കാർസിനോജനുകൾ എന്നാണ് പൊതുവായിട്ട് വിളിക്കാറ്. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത് ഇല്ലേ. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ്. 65ന്റെ ആൻസർ ഓപ്ഷൻ ബി. 66 കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങളിലും സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? കണ്ടൽ വനങ്ങൾ.
താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപാദകരായിട്ട് കണക്കാക്കുന്നത്? അത് ഹരിത സസ്യങ്ങളാണ് അല്ലേ. ഓക്കെ, 68ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ആരാണ്? അത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ജന്മന ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റ് ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സുവരെ ഉള്ള കുട്ടികൾക്ക് പൂർണ്ണമായ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് ഇത് താലോലം. ഓപ്ഷൻ എ ശരി ഉത്തരം. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി അല്ലെങ്കിൽ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഏലക്കയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചത്. 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. 72ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഐസോട്ടോപ്പ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. കാർബൺ 14, കാർബൺ 12വുമാണ്. 73 ഓപ്ഷൻ എ ആണ് ഇവിടെ പ്രൊവിഷണൽ കീ പ്രകാരം ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചേഞ്ച് പ്രതീക്ഷിക്കാം. 74 ഓപ്ഷൻ ബി തുരുമ്പ് പ്രധാനമായിട്ട് അറിയപ്പെടുന്ന അയോൺ ഓക്സൈഡ്. 75 താഴെ തന്നിരിക്കുന്നത് താപശോഷക പ്രവർത്തനമാണ് ചോദിച്ചത്. അത് പ്രകാശ സംശ്ലേഷണം. 76 ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം എന്ത്? കാരണം നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പാതയിലാണ്. 77 ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ പകൽ സമയം കാണപ്പെടുന്നത് ഏത് നിറമായിരിക്കും? അത് കറുപ്പ് നിറമായിരിക്കും അല്ലേ. 78 ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നതിന് കാരണം അപവർത്തനമാണ്. 79 ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണും, ശബ്ദം പിന്നീടാണ് കേൾക്കുന്നത്. അതിന് കാരണം എന്താ? പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തെക്കാൾ വളരെ കൂടുതലാണ്. താഴെ തന്നിരിക്കുന്നതിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ഏതാണ്? അത് ഒരു ആൽക്കലി ആയിരിക്കും, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ 80 GK കഴിഞ്ഞു. ഇനി നമ്മൾ മാത്സിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു മാത്സിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. മൊത്തം 200 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, 81 27 ഡിവൈഡ് ബൈ 9 പ്ലസ് 6 ഇൻറ്റു 4 മൈനസ് 6 അല്ലേ, ബോർഡ് മാസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. 81ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, 82 ഓപ്ഷൻ എ ശരി ഉത്തരം. 83 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 84 ഓക്കെ, 84 35ന്റെ സ്ക്വയർ കാണാനാണ്. 84ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1225. 85ന്റെ ആൻസർ ഓപ്ഷൻ എ. 86ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 87ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1725. 15% ലാഭം കിട്ടാനാണ് ചോദിച്ചിരിക്കുന്നത്. 88ന്റെ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, 88ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 89ന്റെ ആൻസർ ഓപ്ഷൻ ബി. 89 ബി. 90 ഓപ്ഷൻ ഡി. 91 ഓപ്ഷൻ ബി. 92 താഴെ തന്നിരിക്കുന്നതിൽ ഭിന്നസംഖ്യയിലെ ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി. 0.4 വരുള്ളൂ. അടുത്തത് 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യയാണ് ചോദിച്ചത്. ചെറിയ സംഖ്യ 93 ഓപ്ഷൻ എ 16. 94 ഓപ്ഷൻ സി. 95 ഓപ്ഷൻ എ. 96 ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തത് സ്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 97ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 98ാമത്തെ ഓപ്ഷൻ ഡി ആണ്. 99 ആണെങ്കിൽ ഓപ്ഷൻ സി. 100 ആണെങ്കിൽ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജ് 3 സ്റ്റേജ് 4 എക്സാം എഴുതിയ ആൾക്കാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ നമുക്കറിയാം ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ VFA. ഈ 3 എക്സാമിനേഷനും എന്താണ്? ഇത് 10th ലെവൽ എക്സാം ആയിരുന്നു. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു അടുത്ത സെഷനിൽ അടുത്തൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.